ആചാര്യയിലേക്ക് വലതുകരം നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈ പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലുക. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയിലും അങ്ങയുടെ ഏകജാതനായ യേശുക്രിസ്തുവിലും ജീവിതാവായ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകൻ നാഥനുമായി ഞങ്ങൾ സ്വീകരിച്ച് പറയുന്നു. യേശുവിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. യേശുവിൻ്റെ സഭയിൽ അംഗമായിരിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. സഭ ഞങ്ങൾക്ക് പകർന്നു സത്യവിശ്വാസം നഷ്ടമാകാതെ സൂക്ഷിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സഭയോട് ഒത്തുചേർന്ന് ലോകത്തിൽ അങ്ങേക്ക് സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും വഴി അങ്ങേക്ക് സാക്ഷികളായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ഗുരുഭൂതന്മാരെയും അധികാരികളെയും ഞങ്ങൾ ആദരിച്ചു കൊള്ളാമെന്നും വേദനിക്കുന്ന സഹോദരി സഹോദരങ്ങളെ ഞങ്ങളുടെ കഴിവിനൊത്ത് സഹായിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. നാനാജാതി മതസ്ഥരായ എല്ലാവരും ഏകദൈവത്തിൻ്റെ മക്കളാണെന്ന വിശ്വാസത്തോടെ എല്ലാവരുമായി സാഹോദര്യത്തിലും സൗഹൃദത്തിലും ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ വഴികളിൽ നിന്ന് അകന്നു പോകുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കരുത്. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതാകാതെ ജീവിക്കുവാനും ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളെ വചനത്തിൻ്റെ ശക്തിയാൽ നേരിടുവാനും അങ്ങ് ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ ഈ പ്രതിജ്ഞകളും പ്രാർത്ഥനകളും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹാ വഴി പിതാവായ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. തിരി കത്തിച്ചു കൊടുക്കൽ ഒരു ക്രിസ്ത്യന്റെ ജീവിതം ലോകത്തിന് പ്രകാശമേകാനുള്ള ഒന്നാണ്. ഓരോ ക്രൈസ്തവരും മറ്റുള്ളവർക്ക് വഴിയും വഴികാട്ടിയുമാകണം. ഈ സന്ദേശമാണ് വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ഈ വിദ്യാർത്ഥികൾക്ക് തിരി കത്തിച്ചു കൊടുത്തുകൊണ്ട് വൈദികർ നിർവഹിക്കുന്നത്. ഈ ലോകത്തിൽ തന്നെ ഏറ്റുപറയുന്നതിന് സത്യപിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന് പറഞ്ഞ വിശുദ്ധ ഈ കുരിശുരൂപം ധരിച്ചുകൊണ്ട് അഭിമാനത്തോടെ ജീവിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. നിങ്ങൾ ധരിക്കുന്ന ഈ കുരിശ് നിങ്ങളുടെ ജീവിതയാത്രയിൽ എന്നും നിങ്ങൾക്ക് ശക്തി കേന്ദ്രവും സംരക്ഷണയുടെ കൗതുകമായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.
വിശുദ്ധ ഗ്രന്ഥം ചുംബിക്കാൻ നൽകൽ. ഓരോ ക്രൈസ്തവനും ദൈവജനം അനുസരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനും ദൈവജനം പ്രഘോഷിക്കുവാൻ അയക്കപ്പെട്ടവനുമാണ്. ഈ ലക്ഷ്യം വ്യക്തമാക്കിക്കൊണ്ട് വിശ്വാസ പരിശീലനം പൂർത്തിയാക്കി വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ഈ സഹോദരി സഹോദരന്മാർക്ക് ഇപ്പോൾ വൈദികൻ വിശുദ്ധ ഗ്രന്ഥം ചുംബിക്കാൻ നൽകുന്നു. ക്രൂശിന് രൂപം നൽകൽ. ഓരോ ക്രൈസ്തവനും ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടവനാണ്. പ്രത്യേകിച്ച് വിശ്വാസ പരിശീലനം പൂർത്തിയാക്കിയ ഇവർ ബോധപൂർവം യേശുവിന് സാക്ഷികളാകണം. തങ്ങൾ യേശുവിന്റെ ശിഷ്യരാണെന്നും സഭയിലെ അംഗങ്ങളാണെന്നും ഏറ്റുപറയുന്നതിന്റെ പ്രതീകമായി തങ്ങളുടെ കഴുത്തിൽ അഭിമാനത്തോടെ ധരിക്കുവാൻ ക്രൂശിന് രൂപം ഇപ്പോൾ കാർമ്മികൻ ഇവർക്ക് നൽകുന്നു. നിത്യമാപ്രകാശമെന്നയിക്കുകെന്നെ ചുറ്റിലൂരിൽ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണ്ണമായ രാത്രിയാണപ്പോൾ നിഗ്രഹത്തിൽ നിന്നു വേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിധോ, നീ പ്രകാശധാരതൂകി നീ നയിക്കുക, നീ നയിക്കുക. നിത്യമാ പ്രകാശമേ നയിക്കുമെന്നെ ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണ്ണമായ രാത്രിയാണപ്പോൾ നിഗ്രഹത്തിൽ നിന്നു വേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിധോ, നീ പ്രകാശധാരതൂകി നീ നയിക്കുക, നീ നയിക്കുക. നിത്യമാ പ്രകാശമേ